നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റിലേറ്റീവ് പൊസിഷനിങ്ങും ആബ്സലൂട്ട് പൊസിഷനിങ്ങും ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഒരു എലമെന്റ് ഒരു പി ടാഗിനുള്ളിൽ ഇപ്പോൾ ജസ്റ്റ് ലോറം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് എന്ന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, മറ്റേതിന് കണ്ടെയ്നർ എന്ന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടെയ്നറിന് ബാക്ക്ഗ്രൗണ്ട് റൗണ്ട് മാർജിൻ 20 പിക്സൽസ് പിന്നെ ബോർഡറും ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഡിഫൈൻ ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിൽ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് പൊസിഷൻ. നമ്മൾ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ ആബ്സല്യൂട്ടിന് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എലമെന്റ്, അതായത് ഈ ടെക്സ്റ്റ് പറയുന്ന എലമെന്റ് ഇത് ആബ്സല്യൂട്ട്ലി പൊസിഷൻ ചെയ്യാണ്. അതായത് ഇതിൻ്റെ പാരന്റ് എലമെന്റിന് റെസ്പെക്റ്റീവ് അല്ലാതെ ഇത് ആബ്സല്യൂട്ട് ആയിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് പൊസിഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഇതിന് മുന്നേ എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കാം. ഇപ്പം നമുക്കിത് സേവ് ചെയ്തിട്ട് ഇപ്പം ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം ഇനി നമുക്ക് ഇത് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കാം. പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തിട്ട് ഇതിന് 2 പ്രോപ്പർട്ടീസ് കൂടി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ പൊസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ പൊസിഷൻ നമ്മൾ ടോപ്പിൽ നിന്ന് 150 പിക്സൽസും ലെഫ്റ്റിൽ നിന്ന് 50 പിക്സൽസും പറഞ്ഞാൽ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെന്റ് ടോപ്പിൽ നിന്ന് 150 പിക്സൽസ്, ബ്രൗസറിൻ്റെ ടോപ്പിൽ നിന്ന് 150 പിക്സൽസും ലെഫ്റ്റിൽ നിന്ന് 50 പിക്സൽസും ആയിട്ട് പൊസിഷൻ ആയിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി അത് അവിടെ പൊസിഷൻ ചെയ്യണം. അതായത് ബ്രൗസറിൽ നിന്ന് ഇത്ര പിക്സൽസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അത്ര ഇതിൽ അത് പൊസിഷൻ ആയിട്ടുണ്ട്. അത് അതിൻ്റെ പാരന്റ് എലമെന്റിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പാരന്റ് എലമെന്റ് പുറത്താണ് നിൽക്കുന്നത്. നമ്മളൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അത് പാരന്റ് എലമെന്റ് ഉള്ളിലായിരുന്നു. ഇപ്പം അത് ഇങ്ങനെ പൊസിഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിന് തന്നെ വേറെ ഒരു ഇതുണ്ട്. റൈറ്റ് നിന്നാണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിൽ നിന്ന് 50 പിക്സൽസും ടോപ്പിൽ നിന്ന് 150, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ ബോട്ടം എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി വരും. ബോട്ടത്തിൽ നിന്ന് 50 പിക്സൽസ് ടോപ്പല്ല, അപ്പോൾ ബോട്ടത്തിൽ നിന്ന് 50 പിക്സൽസും ലെഫ്റ്റിൽ നിന്ന് 150 പിക്സൽസും. അതായത് ബോട്ടത്തിൽ നിന്ന് 50, ലെഫ്റ്റിൽ നിന്ന് 150 പിക്സൽസ്. അങ്ങനെ 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും 2 കൊടുക്കാം. നമുക്കിപ്പോൾ ടോപ്പ് 50യും ലെഫ്റ്റ് 50 തന്നെ കൊടുക്കാം, 50 പിക്സൽസ്. ഇതാണ് ആബ്സല്യൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി പൊസിഷൻ നമുക്ക് വേറെ ഒന്നുണ്ട്, റിലേറ്റീവ്. അപ്പോൾ പൊസിഷൻ നമുക്ക് റിലേറ്റീവ് കൊടുക്കാം. റിലേറ്റീവ് കൊടുത്തിട്ട് നമ്മൾ ഈ എലമെന്റ് ടോപ്പിൽ നിന്ന് 20 പിക്സൽസും ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽസും. ഇപ്പം നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാരന്റ് എലമെന്റിന് റിലേറ്റീവ് ആയിട്ടാണ്. അതായത് പാരന്റ് എലമെന്റിന്റെ ടോപ്പിൽ നിന്ന് 20 പിക്സൽസും പാരന്റ് എലമെന്റിന്റെ ലെഫ്റ്റിൽ നിന്ന് 20 പിക്സൽസും ആയിട്ടാണ് പൊസിഷൻ ചെയ്യുക. മറ്റേത് അബ്സല്യൂട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. ബ്രൗസറിനെയാണ് നോക്കുന്നത്. ഇത് പാരന്റ് എലമെന്റിനെയാണ് നോക്കുക, പാരന്റ് എലമെന്റിന് റിലേറ്റീവ് ആയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് എലമെന്റ് നമ്മുടെ പാരന്റ് എലമെന്റിൽ നിന്ന് ടോപ്പ് 20 പിക്സൽസും ലെഫ്റ്റ് 20 പിക്സൽസും ആണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊസിഷൻ ഫിക്സഡ് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു div tag ഉണ്ട്, കണ്ടെയ്നർ പറഞ്ഞിട്ട്. അതിനുള്ളിലൊന്നുമില്ല. അതിന് കുറച്ച് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ബോർഡർ, ഹൈറ്റ് 100 പിക്സൽസ്, വിഡ്ത്ത് 300 പിക്സൽസ്. പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് 10 പിക്സൽസ്, ലെഫ്റ്റ് 10 പിക്സൽസ്. ഇനി അപ്പോൾ അത് ആബ്സല്യൂട്ട്ലി പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് 10ലും ഇവിടെ 10ലും പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2-3-4 കണ്ടെയ്നേഴ്സ് കൂടി ഉണ്ടാക്കാം. അപ്പോൾ കണ്ടെയ്നർ 1, കണ്ടെയ്നർ 2, കണ്ടെയ്നർ 3. അപ്പോൾ നമ്മൾ ഇതേ സ്റ്റൈൽസ് തന്നെ ഇപ്പോൾ ഇതിനും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടെയ്നർ, ഇപ്പോൾ ഇതിൽ കണ്ടെയ്നർ 1ന് നമ്മൾ ഇതേ സ്റ്റൈൽസ് തന്നെ, പക്ഷേ ടോപ്പ് നമ്മളൊരു
40 പിക്സൽസ് കൊടുക്കുക. 40 പിക്സൽസ് അല്ലെങ്കിൽ 140 പിക്സൽസ് കൊടുക്കുക. ഇവിടെ നമ്മൾ ടോപ്പ് ഒരു 300 പിക്സൽസ് കൊടുക്കുക. അത് കണ്ടെയ്നർ 2. ഇനി കണ്ടെയ്നർ 3 നമ്മൾ ടോപ്പ് ഒരു 450 പിക്സൽസ് കൊടുക്കുക. അപ്പോൾ ഇത് അതിനനുസരിച്ച് ഇങ്ങനെ അടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗസർ ഒന്ന് റീസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഇത് മുകളിലേക്ക് പോകും. അതായത് ഇപ്പോൾ ആ ഫസ്റ്റത്തെ എലമെന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഫിക്സഡ് പൊസിഷൻ അല്ല, ആബ്സല്യൂട്ട് പൊസിഷൻ ആണ്. പക്ഷെ നമ്മൾ ബ്രൗസർ സ്ക്രോൾ ചെയ്താൽ അത് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിന് വേറൊരു ഇതുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ കണ്ടെയ്നർ 1 ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇത് ബ്ലൂ കൊടുക്കാം. ഇനി ഇതിന്റെ പൊസിഷൻ, അതായത് കണ്ടെയ്നർ അല്ല, ഫസ്റ്റ് വൺ ആണ്. ഇതിന്റെ പൊസിഷൻ നമുക്ക് ഫിക്സഡ് കൊടുക്കാം. ഫിക്സഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പ് 10ഉം ലെഫ്റ്റ് 10ഉം അത് അവിടെ തന്നെ നിൽക്കും. വേറെ എന്തൊക്കെ ഉണ്ടായാലും, അതായത് ഒരു കാരണവശാലും അതിന്റെ പൊസിഷൻ മാറില്ല. അതായത് നമ്മൾ ബാക്കി എലമെന്റ്സ് ഒക്കെ സ്ക്രോൾ ചെയ്താലും, എത്ര സ്ക്രോൾ ചെയ്താലും ബാക്കി എലമെന്റ്സ് ഒക്കെ മുകളിലോട്ട് പോകും. പക്ഷെ അതിന്റെ പൊസിഷൻ എപ്പോഴും ബ്രൗസറിൽ നിന്ന് 10 പിക്സൽസ് താഴേക്കും 10 പിക്സൽസ് റൈറ്റിലേക്കും, അല്ല ലെഫ്റ്റിൽ നിന്ന് 10 പിക്സൽസ് അങ്ങനെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതാണ് പൊസിഷൻ ഫിക്സഡ്. അപ്പോൾ ഇനി കൂടുതൽ എഫക്ട്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.